പണ്ട് രാമകൃഷ്ണദേവനോട് പറഞ്ഞു, ദേ ഗീത പഠിച്ചാൽ തലതിരിയെന്ന് പറയുന്നുണ്ട്, ശരിയാണോ ഇത്? രാമകൃഷ്ണദേവൻ പറഞ്ഞു, ശരിയാണ്, ശരിയാണ്, ഗീത പഠിച്ചാൽ തലതിരിയും. എന്താണോ ഗീതയുടെ താല്പര്യം അതുപോലെ ആയിത്തീരും. അതെങ്ങനെയത്? തലതിരിക്കലാണോ ഗീതയുടെ പരിപാടി? അതെ. ബംഗാളിയിൽ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഗീത 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 എന്ന് പറഞ്ഞാൽ അവസാനം അത് താഗീന്നാവും. ഗീത എന്ന് പറഞ്ഞാൽ ഗീത 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 ഗീതാഗി താഗി താഗി താഗി. അപ്പൊ അതെന്താണ്? താഗിയാണ്. താഗി എന്ന് പറഞ്ഞാൽ ത്യാഗി. ത്യാഗിയോ ഉടമസ്ഥതയെ കൈയൊഴിയുന്നവനാവും, തലതിരിയും. ശരിയാണെന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു. എത്ര ശ്ലോകങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഭഗവാനാണ് ഗീതയിൽ ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്.